നടക്കുന്നു. കർഷകരെ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങിയ സജോയുടെ തോക്കിൻകുഴലിന് മുന്നിൽ കുടുങ്ങിയത് 97 കാട്ടുപന്നികൾ. സംസ്ഥാനത്ത് ഒട്ടാകെ കാട്ടുപന്നികൾ മനുഷ്യജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് മുണ്ടക്കയം വണ്ണൻപതാൽ വട്ടക്കുന്നേൽ സജോ വർഗീസ് കർഷകരുടെ രക്ഷയ്ക്ക് ഇറങ്ങുന്നത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജനവാസ മേഖലയിലിറങ്ങി നാശനഷ്ടമുണ്ടാക്കിയ 97 കാട്ടുപന്നികളെയാണ് ലൈസൻസുള്ള തോക്ക് ഉപയോഗിച്ച് സജോ വർഗീസ് വെടിവെച്ച് കൊന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ വിളിക്കും. ഒരു മടിയുമില്ലാതെ വാഹനത്തിൽ അവിടെ എത്തും. പിന്നീട് അവിടെ നിൽക്കുന്നവരോട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുവാൻ നിർദ്ദേശം നൽകിയ ശേഷം സ്വന്തം ജീവൻ പണയം വെച്ചാണ് പലപ്പോഴും കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നത്. സെക്കൻഡുകൾ മാത്രം ലഭിക്കുന്ന സമയത്തിനുള്ളിൽ ലക്ഷ്യം തെറ്റാതെ കാഞ്ചി അമർത്തണം. കൃഷി സംരക്ഷിക്കുവാനായി പിതാവ് ജോയ് വർഗീസാണ് തോക്ക് ലൈസൻസ് ആദ്യം നേടിയത്. പഞ്ചായത്തുകൾക്ക് അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാൻ അനുവാദം ലഭിച്ചതോടെ ഇവരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരമാണ് സജോ വർഗീസ് കാട്ടുപന്നികളെ വകവരുത്തുന്നത്. തൻ്റെ പ്രധാന ജോലിയായ CCTV ഇൻസ്റ്റാളേഷനും ഇലക്ട്രിക് വർക്കുകൾക്കും ഇടയിലുള്ള സമയത്താണ് കർഷകർക്ക് ആശ്വാസമായി സജോ എത്തുന്നത്. നമ്മുടെ മെയിനായിട്ടും നമ്മളിങ്ങനെ ഇത് നമുക്കൊരു സൈഡായിട്ടുണ്ട്. നമുക്ക് കർഷകരെ സഹായിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നുണ്ട്, സോളാറിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്, CCTV വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്താണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നടന്നു പോകുന്നത്. ഇത് ഈ പന്നിയെ വെടിവെക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോകാമെന്ന് പറഞ്ഞാൽ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നുള്ളതല്ല. നമുക്കൊരു സമൂഹത്തിന് നമ്മളൊരു സേവനം ചെയ്യുന്നു. നമുക്ക് ഒരു ആംസ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടും കൂടെ അത് നമ്മൾ വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ രാത്രി മുഴുവനും ഉറക്കളർച്ചിരുന്നും മണിക്കൂറുകൾ കാത്തിരുന്നുമാണ് കാട്ടുപന്നികളെ പിടികൂടുന്നത്. എന്നാൽ തുച്ഛമായ വരുമാനം മാത്രമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നതെന്നും കർഷകരെ സംരക്ഷിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്നും സജോ പറയുന്നു. ഞാൻ ഏകദേശം 97 എണ്ണത്തോളം ഞാനിപ്പോൾ വെടിവെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പകുതി ഒരു 10-30 എണ്ണത്തിനടുത്ത് ഞാൻ ഫോറസ്റ്റുകാരുടെ തന്നെയുള്ള ആ ഒരു ഇതിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിന് ഇപ്പോൾ അനുമതി കൊടുക്കുകയും പഞ്ചായത്ത് മുഖേനയായിട്ടാണ് ഇപ്പം ഷൂട്ടിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പം നിലവിൽ ഇപ്പം മുണ്ടക്കയം, കോരത്തോട്, കൂട്ടിക്കൽ, കൊക്കയാറ്, മലയാലപ്പുഴ, പത്തനംതിട്ട സൈഡ്, എരുമേലി, പാല, നമ്മുടെ തിടനാട് സൈഡ്, ആ സൈഡെല്ലാം നമുക്ക് ഓൾറെഡി ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ പന്നി ഷൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. പിന്നെ പന്നി ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ്റെ ആ ഒരു 90% കർഷകരുടെ വിള നശിപ്പിക്കുന്നത് കാട്ടുപന്നി തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം കേഴകൾ നാട്ടുമ്പുറങ്ങളിലായി, മലയണ്ണാൻ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃഷി നശിപ്പിക്കുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇപ്പം സർക്കാരിൻ്റെ ഈ ഒരു ഇടപെടൽ, അതായത് പന്നിയെ വെടിവെച്ച് കൊല്ലാം, പ്രശ്നമില്ലാത്ത പന്നികളെ വെടിവെച്ച് കൊല്ലാം എന്ന ഇടപെടൽ, അതൊരു വളരെയേറെ കർഷകർക്ക് വളരെയേറെ ഉപകാരം ചെയ്യുന്നതും വളരെയേറെ നല്ലൊരു തീരുമാനമാണത്. ഇത് ഇപ്പം മുന്നോട്ട് ഇത് തന്നെ നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ ഉടനെ തന്നെ ഇലക്ഷൻ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആംസ് ലൈസൻസുകളെല്ലാം സറണ്ടർ ആകുന്ന ഒരു പ്രശ്നത്തിലോട്ട് വന്നിരിക്കുന്നു. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് നിലവിൽ ജില്ലയിൽ ലൈസൻസുള്ള തോക്കുള്ളത്. എന്നാൽ ഇലക്ഷൻ സമയങ്ങളിൽ ലൈസൻസുള്ള തോക്കുകൾ സറണ്ടർ ചെയ്യേണ്ടി വരും. ഈ സമയങ്ങളിൽ അടിയന്തര ആവശ്യമുണ്ടായാൽ ഇടപെടുവാൻ കഴിയാതെ വരും. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ജനവാസ മേഖലയിൽ മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടുപന്നികളിറങ്ങിയാൽ തൻ്റെ സഹായം തേടാമെന്നും സജോ വർഗീസ് പറയുന്നു. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.